നമസ്കാരം. ഇന്ന് നില 24 ലൈവിൽ നമ്മളോട് ഒപ്പമുള്ളത് ഒരു കേരളത്തിന്റെ ഒരു അഭിമാന താരമായിട്ടുള്ള ഒരാളാണ്. ISRO സംഘടിപ്പിക്കുന്ന യുവിക 2026 കേരളത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട 14 പേരിലെ ഒരാളായിട്ടുള്ള ആയിഷ ബഷീറാണ് നമ്മളോട് കൂടെയുള്ളത്. വളരെ അഭിമാനകരമായിട്ടുള്ള ഒരു സമയത്താണ് ഇപ്പോൾ ഇയാൾ നിൽക്കുന്നത്. എങ്ങനെയുണ്ട്? ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്? വളരെയധികം സന്തോഷമുണ്ട്. ഞാൻ ഇതുവരെ വാങ്ങിയിട്ടുള്ള എല്ലാ ഇതിനേക്കാളും ഒരു എക്സ്ട്രാ മധുരം തന്നെ പറയാം ഇതിനുണ്ട്. കാരണം ഞാൻ 3 വർഷത്തോളം ഇതിൻ്റെ പിന്നിൽ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. എൻ്റെ ഡ്രീമും ആയിരുന്നു. സോ അത് കംപ്ലീറ്റ് ചെയ്യുന്ന പറയുമ്പോൾ ഇത്രത്തോളം സന്തോഷമുണ്ട്. ഇപ്പോൾ 9ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു സ്റ്റെപ്പ് ഇപ്പോൾ 3 വർഷമായി ഇതിൻ്റെ പുറകിലുണ്ട് എന്ന് പറഞ്ഞു. ഒരുപാട് പ്രവർത്തനങ്ങളും അല്ലെങ്കിൽ ഒരുപാട് ടൈം എഫേർട്സ് ഒക്കെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ ആദ്യത്തെ ഒരു ചുവട് എങ്ങനെയായിരുന്നു ഇതിക്ക് എത്താനുള്ളത്? ഒരാദ്യ പടി എന്ന് പറയുന്നത് ഇതിന് വാല്യുബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സിൻ്റെ ആവശ്യമുണ്ട്. സോ എനിക്ക് കുറച്ചും കൂടി വാല്യുബിൾ ആയിട്ടുള്ള സർട്ടിഫിക്കറ്റ്സ് വേണമെന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ 3 റെക്കോർഡ് എടുക്കുന്നത്. അതിൻ്റെ 3ൻ്റെയും സർട്ടിഫിക്കറ്റ്സ് നല്ല വാല്യൂ ഉള്ളതാണല്ലോ. സോ അതിന് വേണ്ടിയിട്ട് പിന്നെ അതേപോലെ ആർട്സിലേക്ക് ഞാൻ ഒന്നുകൂടെ ഇറങ്ങി. കാരണം പറ്റുന്നത്ര സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഞാൻ ആർട്സിലേക്കും ഇറങ്ങി. അങ്ങനെ ഞാൻ സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കി. ഫസ്റ്റ് സ്റ്റെപ്പ് അതായിരുന്നു. ദെൻ പിന്നെ 9th കഴിഞ്ഞപ്പോൾ അപ്ലിക്കേഷൻ ഫോം വന്നു. ക്വിസ് അറ്റൻഡ് ചെയ്തു. അതിൽ ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. പിന്നെ 8th നല്ല പെർസെൻറ്റേജ് ഉണ്ടായിരുന്നു. അതിൻ്റെ മാർക്കിൻ്റെ വാല്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഈ സർട്ടിഫിക്കറ്റ്സ് എല്ലാം അപ്ലോഡ് ചെയ്തിരുന്നു. ഇതാണ് ഞാൻ ചെയ്തത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഇപ്പോൾ ഇനി വരുന്ന ഒരുപാട് പേരുണ്ടാവും. ഇപ്പോൾ ഇയാളുടെ ഒരു അഭിമാന ന്യൂസൊക്കെ കണ്ടിട്ട് എനിക്കും ഒന്ന് ചെയ്യണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ മുന്നേ തന്നെ ആഗ്രഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ അവർക്കൊക്കെ ഇതിനെക്കുറിച്ചിട്ടൊരു നിർദ്ദേശം നൽകാനാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ്, എന്താണ് ചെയ്തു തുടങ്ങേണ്ടത് എന്നൊക്കെ പറയണമെന്നുണ്ടെങ്കിൽ അവർക്കൊരു നിർദ്ദേശം കൊടുക്കാൻ മാക്സിമം സർട്ടിഫിക്കറ്റ്സ് ഉണ്ടാക്കുക. സർട്ടിഫിക്കറ്റ്സിന് നല്ല വാല്യൂ ഉണ്ട്. സർട്ടിഫിക്കറ്റ്സ് എന്ന് പറയുമ്പോൾ ഏതെല്ലാം മേഖലയിൽ എന്തൊക്കെ തരത്തിലുള്ളതാണ്? ആർട്സ്, സ്പോർട്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഡിസ്ട്രിക്റ്റ് വരെയൊക്കെ പോയാൽ നല്ല വാല്യൂബിൾ ആയിട്ടുള്ള മാർക്സ് ഉണ്ട്. അതുപോലെ തന്നെ 8th മാക്സിമം പെർസെൻറ്റേജ് വാങ്ങാൻ നോക്കുക. ആവശ്യത്തിൽ 8th മാർക്ക് പറഞ്ഞാൽ നല്ല ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. അതും ഈ സർട്ടിഫിക്കറ്റ്സും ഉണ്ടെങ്കിൽ തന്നെ ഏകദേശമൊക്കെ കംപ്ലീറ്റ് ആയി. പിന്നെ ഒരു ചെറിയ ക്വിസാണ്. ഇത് നമുക്കറിയണ അറിവുകളാണ്. ചെയ്യാൻ പറ്റും. ആരെങ്കിലൊക്കെ അതിനായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ഉറപ്പാണ് എന്തായാലും അതും ചെയ്യും. ഇപ്പോൾ ഒരു ക്വിസ്, പിന്നീട് എഴുത്തു പരീക്ഷ, എങ്ങനെയാണ് പ്രവർത്തനങ്ങൾ എങ്ങനെയായിരുന്നു? ഇല്ല, ഫസ്റ്റ് ഒരു ക്വിസ് അറ്റൻഡ് ചെയ്യാം. ദെൻ HMൻ്റെ സൈൻ വാങ്ങാൻ, നമ്മളെ പ്രോഗ്രസ് കാർഡ് അപ്ലോഡ് ചെയ്യാൻ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. പേഴ്സണൽ ഇൻഫർമേഷനൊക്കെ കൊടുക്കാൻ. ദെൻ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മളെ സർട്ടിഫിക്കറ്റ്സ് അപ്ലോഡ് ചെയ്യാം. അത്രേ ഉള്ളൂ. മുന്നേയും ഒരുപാട് നേട്ടങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് റെക്കോർഡ്സ് ഇപ്പോൾ വീട്ടിൽ വന്നപ്പോഴാണെങ്കിലും നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. അതൊക്കെ എന്തിനൊക്കെ ഉള്ളതായിരുന്നു? 2 റെക്കോർഡ്സ് 3rd ലോങ്സ്റ്റ് വേർഡ് ഇംഗ്ലീഷിൽ 6 സെക്കൻഡ് കൊണ്ട് സ്പെൽ ചെയ്തതിനാണ്. ദെൻ ഒരു റെക്കോർഡ് 1909 ലെറ്റേഴ്സ് 1 മിനിറ്റ് കൊണ്ട് സ്പെൽ ചെയ്തതിന്. ഓക്കെ, വെരി ഗുഡ്. ഇപ്പം നമ്മൾ ശശി തരൂർ സാറാണ് അങ്ങനെ സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു റെക്കോർഡ് നേടിയ വേർഡ് ഏതാ? 3rd ലോങ്സ്റ്റ് വേണമെങ്കിൽ ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഓക്കെ, ബൈ. അതിലൊന്നും പറയാനില്ല. അടിപൊളി. ഓക്കെ, അപ്പോൾ ഇപ്പോൾ ഒരുപാട് റെക്കോർഡ്സ് നേടി 9th എത്തിയിട്ടുള്ളത്. ഒരുപാട് ഉയരങ്ങൾ കീഴടക്കി. എന്താ പറയുക, ഇപ്പോൾ 9th അല്ലെങ്കിൽ ഈ ഒരു പ്രായം എന്ന് പറഞ്ഞാൽ ചെറുതാണെന്നുണ്ടെങ്കിലും റെക്കോർഡ്സിലാണെങ്കിലും നേട്ടങ്ങളുടെ കാര്യത്തിലും ഇയാൾ ഒരുപാട് മുൻപന്തിയിലാണ് എത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെയുള്ളൊരു സപ്പോർട്ട് അല്ലെങ്കിൽ പ്രചോദനം ആരൊക്കെയായിരുന്നു? എൻ്റെ പാരൻസ് കട്ട സപ്പോർട്ടാണ്. ഞാൻ എന്ത് പറഞ്ഞാലും ട്രൈ ചെയ്ത് നോക്കിക്കോ, ബാക്കിയൊക്കെ വരുന്നിടത്ത് കാണാന്നുള്ള മൈൻഡ് സെറ്റാണ്. സോ ഞാൻ എന്ത് പറഞ്ഞാലും കട്ട സപ്പോർട്ടായി ഓല് കൂടെ ഉണ്ടാവും. അതേപോലെ തന്നെ എൻ്റെ ടീച്ചേഴ്സും. ഞാൻ എന്താവശ്യത്തിനും കോൾ ചെയ്താലും അപ്പോൾ കോൾ അറ്റൻഡ് ചെയ്തിട്ട് അപ്പോൾ ക്ലിയർ ചെയ്ത് തരും എല്ലാ കാര്യങ്ങളും. സത്യം പറഞ്ഞാൽ പാരൻസിന് ടീച്ചേഴ്സിന് സപ്പോർട്ട് കൊണ്ടാണ് ഞാൻ ഇതുവരെ ഇവിടെ എത്തിയിട്ടുള്ളത്. കട്ട സപ്പോർട്ടാണ് എല്ലാവരും. ഇപ്പോൾ ഇനി അടുത്തൊരു നേട്ടം എന്ത് വേണം, അല്ലെങ്കിൽ ഇന്ന റെക്കോർഡ് എടുക്കാം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് എന്തായിരിക്കും? ഇപ്പം നിലവിലൊരു പ്ലാൻ ഇല്ല. ഞാൻ ഇപ്പം 10th ആണല്ലോ. സോ SLC എന്നുള്ള ഒരു മൈൻഡ് സെറ്റിനുള്ളൂ, മേടിക്കാം. ആ ഒരു ഇതുള്ളൂ നിലവിൽ. ഇപ്പം അതുള്ളൂ. ദെൻ ഇതിനിടയിൽ എന്തെങ്കിലുമൊക്കെ കയറി വന്നാൽ ചെയ്യും. അതുപോലെ തന്നെ ഇപ്പോൾ ഇങ്ങനെ തിളങ്ങി നിൽക്കുന്ന ഒരാളാണ്. അപ്പോൾ ഒരു ഭാവിയിൽ നമുക്ക് ആയിഷ ബഷീറിനെ ഏത് മേഖലയിൽ കാണാൻ കഴിയും? അതുപോലെ അല്ലെങ്കിൽ ഇപ്പോൾ ഇയാളുടെ ഒരു ഫ്യൂച്ചർ പ്ലാന് ഭാവിയിൽ എന്താവണം എന്നാണ് ആഗ്രഹം? എൻ്റെ ഡ്രീം പറയുന്നത് നല്ലൊരു IAS ഓഫീസർ ആവാന്നുള്ളതാണ്.
ദെൻ എനിക്ക് പാഷൻ സയൻസ് ആണ്. സോ രണ്ടും ഒന്നിച്ചു കൊണ്ടുപോകാനാണ് എനിക്ക് താല്പര്യം. അതാണ്. ഒരു സയന്റിസ്റ്റ് ആയിട്ടുള്ള ഒരു IAS ഓഫീസറെ കേരളത്തിന് ലഭിക്കുമോ? ലഭിക്കുമായിരിക്കും. എൻ്റെ മാക്സിമം ഞാൻ ട്രൈ ചെയ്യും. അതെന്തായാലും ഉറപ്പാണ്. എന്തായാലും എൻ്റെ ഒരു ഗോളാണല്ലോ അത്. മാക്സിമം അച്ചീവ് ചെയ്യാൻ ശ്രമിക്കും. ഓക്കെ. ഇപ്പോൾ ബാക്കി ഇനി വരുന്ന തലമുറയോട്, അല്ലെങ്കിൽ ഇപ്പോൾ ഇയാളുടെ ഒരുപാട് സ്റ്റുഡൻസ് ഉണ്ടാവുമല്ലോ, അപ്പോൾ അവരോടൊക്കെ എന്താ പറയാനുള്ളത്? ഇപ്പോൾ മെയിനായിട്ട് എല്ലാവരും ഫോണിൽ കളിച്ചിരിക്കുന്ന ടൈമാണ്. എൻ്റെ ഒരു ഇതിൽ ഞാൻ പറയുകയാണെങ്കിൽ ഫോൺ മാക്സിമം ഒഴിവാക്കുക. ബട്ട് യൂസ് ചെയ്യാം, ആവശ്യത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. പുതിയ ടെക്നോളജികളും കാര്യങ്ങളൊക്കെ ഉണ്ട്, പഠിക്കാൻ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ആവശ്യത്തിന് ഉപയോഗിച്ചാൽ എന്തായാലും പല പല കാര്യങ്ങൾ പല പല ആളുകൾക്കും നേടാൻ കഴിയും. പലർക്കും സ്കില്ലുണ്ട്, ബട്ട് ആരും പുറത്തിറക്കായിട്ടാണ്. സോ ട്രൈ ചെയ്ത് നോക്കുക. ഇപ്പോൾ ടെക്നോളജി ഒക്കെ ഉണ്ട്, യൂസ് ചെയ്യുകയാണെങ്കിൽ നല്ല ഉപകാരപ്രദമായ കാര്യങ്ങളാണ്. അപ്പോൾ ഫോണിൻ്റെ ഉപയോഗമൊക്കെ പറഞ്ഞു. അപ്പോൾ ഒരു കൗതുകത്തിൻ്റെ പുറത്ത് ഞാൻ ചോദിക്കാം, ഇയാളുടെ ഒരു ഹോബി, അല്ലെങ്കിൽ നമ്മളിപ്പോൾ എല്ലാവർക്കും ഉണ്ടാവില്ല ഓരോ ഹോബീസും, എൻ്റർടൈൻമെൻറ്റ്സ്, ഫൺ ടൈംസ് ഒക്കെ. ഇയാളുടെ ഒരു ഹോബി എന്തായിരിക്കും? ഞാൻ മെയിനായിട്ട് എനിക്ക് ഡ്രോ ചെയ്യാൻ ഇഷ്ടം. സോ ഞാൻ ഫോണ് അങ്ങനെ അവോയ്ഡ് ചെയ്യാറാണ്. ഡ്രോ ചെയ്യുന്നതുകൊണ്ട് കാലിഗ്രാഫി ചെയ്യാനിഷ്ടം. എന്നാലും ഞാൻ ഫോൺ ഉപയോഗിക്കുകയാണെങ്കിൽ ചെയ്ത കാര്യം തന്നെ പിന്നെ ചെയ്യൂല. ഞാൻ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കും. എനിക്കത് ഇഷ്ടം. ചെയ്ത കാര്യം തന്നെ ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളാണ്. സോ പുതിയ കാര്യങ്ങൾ കണ്ടുപിടിച്ചുകൊണ്ടേ ഇരിക്കും. അങ്ങനെ. അപ്പോൾ ആർട്സിലും സ്പോർട്സിലൊക്കെ ഒരുപാട് എന്താ പറയുക വിജയങ്ങൾ കരസ്ഥമാക്കിയെന്ന് പറഞ്ഞു. ആർട്സിലുള്ള എന്തൊക്കെയാണ്? സംഭാഷണം, മോണാക്ട്, അങ്ങനത്തെ കാര്യങ്ങൾക്കാണ് ഞാൻ മെയിനായിട്ട് പോകല്. പല ലാംഗ്വേജസ്, മലയാളം, ഇംഗ്ലീഷ്, അറബി, അങ്ങനെ. എത്ര ലാംഗ്വേജ് ഇപ്പോൾ അറിയാൻ, സംസാരിക്കാനൊക്കെ? അങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ സ്റ്റഡി ചെയ്യുന്നതുകൊണ്ട് അറബി, ഇംഗ്ലീഷ്, ഹിന്ദി ഒക്കെ പോകും. ഈ ഒരു വേർഡില്ലേ നേരത്തെ പറഞ്ഞ, എനിക്ക് പറയാൻ അത് ബുദ്ധിമുട്ടാണ്, എന്നെ കൊണ്ട് കഴിയൂല. അപ്പോൾ ആ ഒരു വേർഡ് എങ്ങനെ പഠിച്ചേ? സത്യം പറഞ്ഞാൽ ഫസ്റ്റത്തെ റെക്കോർഡ് പറയുന്നത് എൻ്റെ ഡ്രീമായിരുന്നു. ഐ മീൻ ഞാനൊരാളത് കണ്ടു, ന്യൂസ് പേപ്പർ വായിക്കുന്ന ദിവസം. ആ ഒരു ഹോബി ഉണ്ട്. സോ അത് അങ്ങനെ സൺഡേ സപ്ലിമെന്റിൽ വന്നാണ് ഇങ്ങനെ റെക്കോർഡ് കിട്ടിയ ചെറിയ കുട്ടികളെ പിക്സ്. അന്ന് ഞാൻ 6ാം ക്ലാസ്സിലാണ് തോന്നുന്നുണ്ട്. ഇത്ര ചെറിയ കുട്ടികൾ വാങ്ങാൻ കഴിയുമെങ്കിൽ 6ാം ക്ലാസ്സിലെത്തി ഞാൻ വാങ്ങില്ല പറയുമ്പോൾ അങ്ങനെ ഒരു ഫീലായിരുന്നു എനിക്ക്. സോ എനിക്ക് വാങ്ങണം എന്നുള്ളത് അത്ര ഒരു എന്താ പറയുക, കിട്ടൂല എന്ന് പറഞ്ഞ് നടക്കുന്ന ഒരു സാധനം അച്ചീവ് ചെയ്യാൻ കഴിയുന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. ഞാൻ പാരൻസിനോട് ആ കാര്യം സംസാരിച്ചു. അപ്പോൾ അവരും പറഞ്ഞു ചെയ്ത് നോക്കിക്കോ, കാരണം ഇത്രയും ചെറിയ കുട്ടികൾ അച്ചീവ് ഉണ്ട്, പിന്നെ എന്തുകൊണ്ട് എനിക്ക് കഴിഞ്ഞൂടാ. അപ്പോൾ അതിൻ്റെ ആ ഒരു വാശിപ്പുറത്ത് ഇറങ്ങി തിരിച്ചതായിരിക്കും. നമുക്ക് പരിശ്രമിച്ചാൽ എന്താ പറയുക, എന്തൊന്നും നേടാൻ വേണ്ടിയിട്ട് നമ്മുടെ എന്താ പറയുക നാച്ചുറൽ തന്നെ നമ്മളെ കൂടെ നിൽക്കുന്നുള്ളത് അല്ലേ. അപ്പോൾ ഈ ഒരു ഇപ്പോൾ വേൾഡിലാണെങ്കിൽ 400-500 പേര് തിരഞ്ഞെടുക്കുന്നു, നമ്മുടെ സംസ്ഥാനത്ത് 14 പേര്. ഇപ്പോൾ ഒരുപാട് എന്താ പറയുക പ്രശംസകളും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ടാവും. എന്നാലും ഇയാൾക്കൊരു മെമ്മറബിൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഏറ്റവും അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രശംസ ആരെങ്കിലും വിളിച്ചിട്ടുണ്ടായിരുന്നു? അങ്ങനെയൊക്കെ ചോദിച്ചാൽ മെയിനായിട്ട് എൻ്റെ പാരൻസിൻ്റെ പ്രശംസ തന്നെയാണ് ഇതിലേറ്റവും വലുത്. എനിക്ക് ഞങ്ങൾ അത്ര പ്രതീക്ഷിക്കുന്ന കാര്യമല്ലല്ലോ നമ്മൾ ഇത്. കാരണം ഇത്രയും ആൾക്കാരിൽ നിന്ന് ഒരാളായി കിട്ടണം എന്ന് പറഞ്ഞാൽ നല്ല ഇടങ്ങാറുള്ള കാര്യമാണ്. സോ അങ്ങനെ ഇവരെടുത്തുനിന്ന് കിട്ടിയ ആ ഒരു പ്രശംസ തന്നെയാണ് ഏറ്റവും വലിയ പ്രശംസ എൻ്റെ അഭിപ്രായത്തിൽ. പാരൻസിനോട് എന്താ പറയാനുള്ളത്? അവരെല്ലാത്തിനും സപ്പോർട്ടാണ്. പ്രത്യേകിച്ചൊന്നുമില്ല, എങ്ങനെ പോയാലും എൻ്റെ ഒപ്പം ഉണ്ടാവും, അതെനിക്ക് 100% ഉറപ്പാണ്. ഇപ്പോൾ ഈ കൊച്ചുമിടുക്കിയുടെ പിതാവാണ് ഇവള്. ഇപ്പം നമ്മളോടത്ത് സംസാരിക്കുമ്പോഴൊക്കെ ഏറ്റവും വലിയൊരു സപ്പോർട്ട് സിസ്റ്റം എന്ന് പറയുന്നത് പാരൻസ് ആണെന്ന് പറയുന്നതാണ്. അപ്പോൾ ഒരു വലിയൊരു അച്ചീവ്മെൻ്റാണ് മകളിപ്പോൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. ഈ ഒരു സന്തോഷം എങ്ങനെയാണ്, അല്ലെങ്കിൽ എന്താ പറയുക, മക്കളെ ഇത്തരത്തിലുള്ള അനിയത്തിയും ഒരുപാട് നേടിയെന്ന് പറഞ്ഞു. അപ്പോൾ മക്കൾ ഇത്തരത്തിലുള്ള അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നേടുന്നത് കാണുമ്പോൾ ആ ഒരു സന്തോഷം നമ്മളായിട്ട് ഒന്ന് പങ്കുവെക്കാൻ പറഞ്ഞാൽ? സന്തോഷം എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ സന്തോഷം ഞങ്ങൾ പേരൻസിനല്ലേ. കാരണം ഒരു കുട്ടി നല്ല രീതിയിൽ പിതാവിൻ്റെ മുന്നിൽ വരുമ്പോഴേ നല്ല സന്തോഷം തന്നെയാണ്. പിന്നെ എന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് പറഞ്ഞത്. പിന്നെ ഓളുടെ സംഭവം എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ഇപ്പം നമ്മൾ മൊബൈൽ കൊടുത്താൽ അതിൽ ഓൺലൈനിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും അതാണ് നോക്കുക. ചെറുപ്പം മുതലേ തന്നെയാണ്. അപ്പം നമുക്ക് വേറെ കാര്യങ്ങൾ മൊബൈൽ കൊടുക്കുന്നതിന് പേടിയില്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല, അതിലൊന്നും താല്പര്യമില്ല. നമ്മൾ മുന്നോട്ട് നല്ല രീതിയിൽ പോകാൻ വേണ്ടി അവൾ നല്ലോണം ശ്രമിക്കുന്നുണ്ട്. അതിനുള്ള സപ്പോർട്ട് ഞാൻ കൂലിപ്പണിക്കാരനാണ്, എന്നെക്കൊണ്ട് പറ്റുന്ന സപ്പോർട്ട് ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. എനിക്ക് എത്ര ചെയ്യാൻ പറ്റാതിരുന്നുണ്ടോ അതിലിരട്ടി ഞാൻ ചെയ്തു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അവളൊരു ആഗ്രഹം പറയുന്നത് ഭാവിയിലൊരു IAS ഓഫീസർ ആവുക എന്നുള്ളതാണ്. അപ്പോൾ അത് കേൾക്കുമ്പോൾ ഉപ്പാൻ്റെ ഒരു അഭിപ്രായം?
അഭിപ്രായം എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം അത് അവൾ ആദ്യം പോലെ പറയുന്നതാണ്, ഏത് ഇൻ്റർവ്യൂവിലും ടീച്ചേഴ്സിനോടും പറയുന്ന ആ ഒരു കാര്യമാണ്, ഞാൻ IAS ആണ്, എൻ്റെ പേരൻസിനെ നല്ലോണം നോക്കണം. ആ ഒരു കേൾക്കുമ്പോൾ നമുക്ക് സന്തോഷമാണ്. എന്തായാലും ഈ കൊച്ചുമിടിക്ക് ഇപ്പോഴേ ഒരുപാട് ഉയരങ്ങൾ കീഴടക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയും ഒരുപാട് ഇയാളുടെ ഡ്രീമായിട്ടുള്ള ഒരു സയൻറ്റിസ്റ്റ് ആയിട്ടുള്ള ഒരു IAS ഓഫീസറൊക്കെ ആവാൻ വേണ്ടിയിട്ട് കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. ഇനി വൈകേണ്ട, ഇന്ന് തന്നെ നിങ്ങളുടെ വീടിനായി സിസോ സന്ദർശിക്കൂ. സിസോ, മേക്ക് ലൈഫ് സിമ്പിൾ.